ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ മുത്തുമണികളെ, നിങ്ങൾ എക്സാമിലേക്ക് പോകുമ്പോൾ, അതായത് 8ാം ക്ലാസ്സിൻ്റെ മലയാളം പരീക്ഷ, മലയാളം സെക്കൻഡ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ആ കാര്യങ്ങളെ ഒന്ന് വിശദമാക്കുകയാണ് സാർ ഈ വീഡിയോയിലൂടെ. അപ്പോൾ സാർ ഓൾറെഡി മലയാളം ഫസ്റ്റ് എങ്ങനെ എഴുതാമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മലയാളം സെക്കൻഡ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ നിർദ്ദേശങ്ങൾ കൃത്യമായി ഒന്ന് വായിച്ചു പോകണം. അതാണ് പ്രധാനമായ കാര്യം. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അവിടെ നിങ്ങൾ ചോദിക്കാനോ പറയാനോ ഉത്തരം എഴുതാനോ ഒന്നും ശ്രമിക്കരുത്. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസത്തിനുള്ള സമയമാണ്, കൂൾ ഓഫ് ടൈമാണ്. ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഉപയോഗിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, നിങ്ങൾ കൃത്യമായിട്ടാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടി ആ സമയം വിനിയോഗിക്കുക. ഏതൊക്കെ ചോദ്യങ്ങൾ ആദ്യം എഴുതണം, ഏതൊക്കെ എഴുതാൻ പാടില്ല, എന്തൊക്കെ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വരുന്നതൊക്കെ ആ സമയം, ആ 15 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. രണ്ടാമത്, ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എ ഓർ ബി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ വന്നാൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. അല്ലാതെ രണ്ടിനും ഉത്തരം എഴുതിയാൽ മാർക്ക് കിട്ടില്ല എന്ന വാസ്തവം. പിന്നെന്താണ്, ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. സ്കോറും സമയവും, എത്രയാണ് മാർക്ക്, എത്ര സമയത്തിനുള്ളിൽ അത് എഴുതി തീർക്കാമെന്ന് എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ 3-4 വാക്യമായിരിക്കാം, അതിന് ഒരുപാട് സമയം എടുക്കരുത്. അരപ്പുറമായിരിക്കാം, അതിന് കുറച്ചുകൂടി സമയം എടുക്കുക. ഒരു പുറമായിരിക്കാം, ഒരുപാട് സമയം വേണം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വലിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതുക, പിന്നെ അരപ്പുറം എഴുതുക, 3-4 വാക്യം എഴുതുക, ലാസ്റ്റ് 1 വേർഡ് എഴുതുക. അപ്പോൾ നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. സ്കോറും സമയവും പ്രത്യേകം പരിഗണിച്ചില്ലെങ്കിൽ മലയാളം പരീക്ഷയാണ്, നമുക്ക് എഴുതി പൂർത്തീകരിക്കാൻ പറ്റില്ല. എല്ലാ മലയാളം പരീക്ഷയിലും മലയാളം വിദ്യാർത്ഥികളുടെ പരാതിയാണ്, സാറേ സമയം കിട്ടിയില്ല, സാറേ എത്ര എഴുതണ്ട്, സമയം കിട്ടിയില്ല. ഈ സമയം ഇങ്ങനെ കിട്ടാതിരിക്കുക. നിങ്ങൾ ഒന്നൊക്കെ വായി നോക്കി നടക്കും, അപ്പുറം ഇപ്പയും പോകുന്നയാളൊക്കെ നോക്കും, പിന്നെ പേന ഇങ്ങനെ മഷി കയ്യും, സംസാരിക്കും, ഉറങ്ങും, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും, പിന്നെ കുറേ ആലോചിക്കും. അവസാനം വിചാരിക്കാം എഴുതാണെന്ന്. എഴുതുമ്പോൾ അരപ്പുറത്തിന് ഒരു പുറം എഴുതും, പിന്നെ 3-4 വാക്യത്തിനും അരപ്പുറം എഴുതും. അപ്പം അതൊന്നും വേണ്ട. പറഞ്ഞ കാര്യം, നത്തിങ് മോർ നത്തിങ് ലെസ്, പറഞ്ഞ കാര്യം മാത്രം കൃത്യമായി എഴുതിപ്പോയാൽ നിങ്ങൾക്ക് കൃത്യമായി സമയം കിട്ടുമെന്നതാണ് വാസ്തവം. ഇനി നമുക്ക് എത്ര മാർക്കിനാണ് 8ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡ് പരീക്ഷ നോക്കാം. ആകെ 40 മാർക്കിനാണ്. 1.5 മണിക്കൂറാണ് എക്സാം ഉണ്ടാവും. അതിന് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമായിട്ട് കടന്നു പോകും. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യം 1 വേർഡ് ആണ്, 1 മാർക്ക് വീതം, 4 മാർക്ക് അവിടെ കിട്ടും. പിന്നെയോ 5 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് 3-4 വാക്യത്തിൽ മാത്രം ഉത്തരം എഴുതുക. 5, 6, 7 3 ചോദ്യം ഉണ്ടാവും. അതിന് 3-4 വാക്യം മാത്രം മതി, അര പേജ് പോലും വേണ്ട. അതിന് 3 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റിന്. അങ്ങനെ 9 മാർക്ക്, 3 ചോദ്യത്തിന് 3 മാർക്ക് വീതം 9 മാർക്ക് കിട്ടും. പിന്നെയോ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ, ഒരു പേജിൻ്റെ പകുതി, അരപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു പേജിൻ്റെ പകുതിയാണ് അരപ്പുറം, പകുതി അല്ലേ, പകുതിയാണ് അരപ്പുറം, ഒരു പുറം ഇത് മുഴുവനും. അപ്പോൾ അരപ്പുറത്തിൽ കവിയാതെ എന്ന് ചോദ്യം വരും. 8 മുതൽ 11 വരെ, 8, 9, 10, 11 4 ചോദ്യം. എക്സ്ട്രാ ഒരു ചോദ്യം കൂടി ഉണ്ടാവും, അത് ഓർ ക്വസ്റ്റ്യൻ ആണ്. 2 ചോദ്യം ഉത്തരം എഴുതണ്ട. അപ്പം 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 ചോദ്യത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 മാർക്ക് വീതം, 4 ചോദ്യത്തിന് 20 മാർക്ക് കിട്ടും. അവിടെയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടി എഴുതാൻ ശ്രമിക്കരുത്. അത് നോക്കി എൻ്റെ മക്കൾ ചിന്തിച്ചെഴുതുക. അവസാനമായിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഇത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, 7 മാർക്കിൻ്റെ ചോദ്യമാണ് അല്ലേ. അപ്പോൾ 2 ചോദ്യം തരും, അതിലേതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. ഓർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ 7 മാർക്കാണ്. ഇതൊക്കെ എഴുതി തീരുമ്പോൾ എൻ്റെ മക്കൾക്ക് 40 മാർക്ക് കിട്ടും. ഈ 40 മാർക്ക് വാങ്ങുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഫുൾ കോൺഫിഡൻസിൽ ചായയൊക്കെ കുടിച്ച്, വെള്ളമൊക്കെ കുടിച്ച്, ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് പുറത്തൊന്നും നോക്കി സമയം കളയാതെ, കോപ്പി എടുത്ത് സമയം കളയാതെ, അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവനോട് മോളോട് സമയം ചോദിച്ച്, അല്ലെങ്കിൽ ഈ ഉത്തരങ്ങൾ ചോദിച്ച് സമയം കളയാതെ ഫുൾ കോൺഫിഡൻസിൽ എക്സാം അറ്റൻഡ് ചെയ്ത് 40 വാങ്ങി A+ പാസ്സാവാൻ എൻ്റെ എല്ലാ മുത്തുമണികൾ ശ്രമിക്കണം. 8ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കത്ത്, കഥാപാത്ര നിരൂപണം, പത്രവാർത്ത, ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ് എന്നീ ചോദ്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു പോവുക. അതിൻ്റെ ഘട്ടങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു പോവുക. സാർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. എല്ലാവരും സെറ്റായി ഉസാറോടുകൂടി ഫുൾ കോൺഫിഡൻസിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.